നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സൂര്യൻ പ്രകാശിക്കുന്നത് ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ഊർജം നൽകുക എന്ന ഉദ്ദേശത്തോടെയല്ല. നദികൾ ഒഴുകുന്നത് എല്ലാവർക്കും ജലം നൽകുവാനുമല്ല. കാറ്റു വീശുന്നതും കടലിരുമ്പുന്നതും മഴ പെയ്യുന്നതുമെല്ലാം സ്വാഭാവിക പ്രവർത്തനങ്ങളാണ്. പ്രകൃതി ഒരുക്കുന്ന വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തി സ്വയം നിലനിർത്തേണ്ടത് ജീവികളുടെ കർത്തവ്യമാണ്. ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഇന്ന് ശനിയാഴ്ച, ശാസ്താപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമ. ഈ മന്ത്രത്തോടെ നമുക്കിനി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ആധ്യാത്മിക സാഫല്യത്തിൻ്റെയും അനന്യമായ ആരാധനയുടെയും പവിത്രത നെഞ്ചിലേറ്റുന്ന ഭൂമിയാണ് എരുമേലി. വൃശ്ചികത്തിൻ്റെ കുളിരുണരുന്ന പ്രഭാതത്തോടൊപ്പം എരുമേലിയും അവിടുത്തെ ജീവിതവും മറ്റൊരു നിയോഗത്തിലേക്ക് ഉണരുകയായി. കലിയുഗവരദനായ സർവാഭീഷ്ടദായകനായ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പാദസേവകരായി ഭക്തജനലക്ഷങ്ങൾ 18-ാം പടി ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ആ തീർത്ഥയാത്രയ്ക്ക് സർവവിധ അനുഗ്രഹങ്ങളുമേകി ഭക്തൻ്റെ മനസ്സിൽ ശക്തിയും ചൈതന്യവും പകർന്ന് ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും മറ്റൊരു കാവൽ കോട്ടയായി വിരാജിക്കുകയാണ് എരുമേലി. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കുവാൻ പോകുന്ന അയ്യപ്പ ഭക്തർ പണ്ടുകാലങ്ങളിൽ സർവ്വസാധാരണമായി തിരഞ്ഞെടുക്കുന്ന വഴിയായിരുന്നു എരുമേലി. 18 മലകൾക്കും അധിപനായി വിരാജിക്കുന്ന അയ്യപ്പൻ്റെ വീരേതിഹാസങ്ങൾ നിറഞ്ഞുകിടക്കുന്ന മണ്ണാണ് എരുമേലിയും എരുമേലിയിൽ നിന്നുള്ള യാത്രാ വഴികളും. ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുത്ത് എരുമേലിയിലെത്തുന്ന ഭക്തനെ ഏറ്റവുമധികം ആകർഷിക്കുന്നതാണ് ഇവിടുത്തെ വൈവിധ്യപൂർണമായ ആരാധനാരീതി. എരുമേലിയിൽ കുടികൊള്ളുന്ന പ്രമുഖമായ ശാസ്താക്ഷേത്രമാണ് എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം. ഭക്തമനസ്സുകളിൽ ഈ ക്ഷേത്രം വലിയമ്പലം എന്നറിയപ്പെടുന്നു. ശബരിമല തീർത്ഥാടന വേളയിലെ മുഖ്യ ഇടത്താവളമെന്ന ഖ്യാതി മാത്രമല്ല എരുമേലിക്കുള്ളത്. അയ്യപ്പസ്വാമിയുടെ വീരസാഹസിക കർമ്മങ്ങൾക്ക് സാക്ഷിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ച പുണ്യഭൂമി കൂടിയാണ് ഇവിടം. അയ്യപ്പൻ മഹിഷി നിഗ്രഹാർത്ഥമാണ് ഇന്നത്തെ എരുമേലിയിലെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന സ്ഥലനാമം രൂപം കൊണ്ടത്. മഹിഷി എന്നാൽ മലയാളത്തിൽ എരുമയും, മഹിഷിയെ അതായത് എരുമയെ കൊന്ന സ്ഥലം എരുമേലിയുമായി. എരുമ കൊല്ലി കാലാന്തരത്തിൽ എരുമേലിയായി മാറിയെന്നും പഴമക്കാർ പറയുന്നു. എന്നാൽ എരുമേലി എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായമുണ്ട്. ഏറുമാലി എന്ന പേര് കാലാന്തരത്തിൽ എറുമാലിയും എരുമേലിയുമായി മാറി എന്നുള്ളതാണ്. പഴമയും കഥകളും എന്തായിരുന്നാലും എരുമേലി ഓരോ അയ്യപ്പ ഭക്തൻ്റെ മനസ്സിലും അനവധ്യമായ അനുഭൂതികളെ നെഞ്ചേറ്റുന്ന പുണ്യഭൂമിയാണ്. എരുമേലി വലിയമ്പലം എന്ന ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായി ശാസ്താവ് പരിലസിക്കുന്നു. കയ്യിൽ അമ്പു പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം.
റാന്നി കർത്താവിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആലമ്പള്ളി മില്ലുക്കാർ പണിതീർത്ത ക്ഷേത്രമാണെന്നാണ് പുരാവൃത്തം. റാന്നി കർത്താവിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥ പേരാണ് മില്ലുക്കാർ എന്നുള്ളത്. ഒരിക്കൽ മില്ലക്കാരൻ ഭാര്യസമേതം തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അപമാനിക്കപ്പെടുകയുണ്ടായത്രേ. ഇതിനുശേഷം സ്വന്തമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ മില്ലക്കാരൻ തീരുമാനിച്ചു. തുടർന്ന് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ മുങ്ങിയപ്പോൾ ഒരു വിഗ്രഹം ലഭിച്ചു. പിന്നീട് ആലമ്പള്ളി പുരയിടത്തിൽ പയർ വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ അഴിച്ചുവിട്ട് പയർ തിന്ന പശു വിശ്രമിച്ച സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം. 3 പൂജയാണ് എരുമേലി വലിയമ്പലത്തിൽ. താഴമൺ കുടുംബത്തിനാണ് തന്ത്രാധികാരം. ഇവിടെ ഉപദേവതയായി ഭഗവതിയും നാഗരുമുണ്ട്. കുംഭത്തിലെ ഉത്രം ആറാട്ടായി 10 ദിവസത്തെ ഉത്സവം നടക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ്.